പ്രൈസ് ദ ലോർഡ്. ഇനി അടുത്തതായി എല്ലാവർക്കും സ്വാഗതം നേരുന്നു. നമ്മൾ അവസാനിപ്പിച്ചത് 2564 ക്രൈസ്തവ പ്രാർത്ഥന, ക്രിസ്ത്യൻ പ്രെയർ. അതാണ് ക്രൈസ്തവ പ്രാർത്ഥന. മറ്റെല്ലാ മതപ്രാർത്ഥനകളെക്കാളും വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കണം, ശ്രേഷ്ഠമാണെന്നും മനസ്സിലാക്കണം. ഇറ്റ്സ് എ യുണീക്ക് പ്രെയർ. ക്രൈസ്തവ പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു സാധാരണ ബന്ധമല്ല, ക്രിസ്തുവിലുള്ള ഉടമ്പടി ബന്ധമാണ്. ക്രിസ്തുവിലുള്ള ഉടമ്പടി ബന്ധമാണ്. നമ്മളെ ക്രിസ്തു ഉടമ്പടി ബന്ധത്തിലേക്ക്, ഒരു വിവാഹ ബന്ധത്തിലേക്ക്, ഒരു പതിപത്നി ബന്ധത്തിലേക്ക്, ഒരു കൂട്ടായ്മയിലേക്ക് ആയിരിക്കുന്നു. അങ്ങനെയുള്ള ഉടമ്പടി ബന്ധമാണ്. അത് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിൽ നിന്നും നമ്മിൽ നിന്നും പുറപ്പെടുന്നതും. വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യനായിത്തീർന്ന ദൈവപുത്രൻ്റെ മാനുഷിക മനസ്സുമായുള്ള ഐക്യത്തിൽ പിതാവിൻ്റെ പക്കലേക്ക് പൂർണ്ണമായും തിരിയുന്നതാണ്. മനുഷ്യനായിത്തീർന്ന കണ്ടോ, മനുഷ്യനായിത്തീർന്ന ദൈവപുത്രൻ്റെ മാനുഷിക മനസ്സുമായുള്ള ഐക്യത്തിൽ പിതാവിൻ പക്കലേക്ക് പൂർണ്ണമായും തിരിയുന്നതാണത്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്യം വീണ്ടും പറയുകയാണ്, 469. തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭ ഏറ്റുപറയുന്നു. തൻ്റെ ദൈവത്വത്തിനും കർത്തൃത്വത്തിനും ഭംഗം വരാതെ മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്നവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. റോമൻ ആരാധനാക്രമത്തിൽ നാം ഇങ്ങനെ ആലപിക്കുന്നു, അവിടെ നിന്ന് എന്തായിരുന്നുവോ അത് നിലനിർത്തി, അവിടെ നിന്ന് എന്തല്ലായിരുന്നുവോ അത് അവിടെ നിന്ന് സ്വീകരിച്ചു. വിശുദ്ധ യോഹന്നാൻ ക്രിസോസ്റ്റമിൻ്റെ ആരാധനക്രമം പ്രഖ്യാപിക്കുന്നതും ആലപിക്കുന്നതും ഇങ്ങനെയാണ്: ഏകജാതനും ദൈവവചനവുമായവനെ, അമർത്യനായ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ മാതാവും നിത്യകന്യകവുമായ മറിയത്തിൽ നിന്ന് മനുഷ്യനായി അവതരിക്കാൻ തിരുമനസ്സായി. ദൈവത്വത്തിന് ഭംഗം വരാതെ മനുഷ്യനാവുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ ക്രിസ്തുവേ, അങ്ങയുടെ മരണത്താൽ അങ്ങ് മരണത്തെ തകർത്തു. പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഒപ്പം മഹത്വീകരിക്കപ്പെട്ടവനുമായ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ ഇവിടെ ദൈവം മനുഷ്യനായിത്തീർന്ന ദൈവപുത്രൻ്റെ മാനുഷിക മനസ്സുമായുള്ള ഐക്യത്തിൽ പിതാവിൻ പക്കലേക്ക് പൂർണ്ണമായും തിരിയുന്നതാണത്. അതായത് ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ ഈശോ ദൈവത്തോടൊപ്പം ഒന്നായിരുന്നവൻ ആ ഒന്നായിരിക്കുന്ന അവസ്ഥയ്ക്ക് യാതൊരു ഭംഗം വരുത്താതെ മനുഷ്യരോട് ഒന്നായി, നമ്മുടെ സഹോദരനായി. ഇതാണ് ക്രൈസ്തവ പ്രാർത്ഥന. അതുകൊണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ക്രിസ്തുവുമായിട്ടൊന്നായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഈ ക്രിസ്തു എന്തെല്ലാം നമ്മൾ ഈ ക്രിസ്തുവുമായിട്ട് ഒന്നായി പ്രാർത്ഥിക്കുന്നുവോ അതെല്ലാം ക്രിസ്തു സത്തയിൽ ദൈവവുമായിട്ട് ഒന്നായി മാറുന്നു. കാരണം ക്രിസ്തു അങ്ങനെ ആകുന്നു. ഈ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത്, എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഞാനും പിതാവും ഒന്നാണ്, ഞാനും നിങ്ങളും ഒന്നാണ്. അപ്പോൾ ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞേക്കാം. കാരണം ഇത് എത്ര പ്രാവശ്യം പഠിച്ചിട്ടുള്ളവർ തന്നെ ഇത് വിട്ടുകൊണ്ട് മറ്റ് മതങ്ങളുടെ പ്രാർത്ഥനാ രീതികളും
മറ്റ് പ്രസ്ഥാനങ്ങളും മറ്റു ചിന്തകളും പ്രാർത്ഥിച്ച കാര്യം നടക്കാണ്ടാകുമ്പോൾ മറ്റ് പലതിലേക്കും പോകുന്നു. മനുഷ്യൻ്റെ അവസ്ഥ മനുഷ്യൻ്റെ അവസ്ഥ മനുഷ്യൻ്റെ അവസ്ഥ. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം പറയാൻ പോവുകയാണ്. അതിങ്ങനെയാണ്. ഒരു സഹോദരി പറയാണ്, ഞാൻ 3 പെൺമക്കളുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ അടുത്തതും ഇനി പെൺമക്കളായാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൺകുഞ്ഞിനെ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലായിടത്തും നേർച്ചയിട്ടു. ഗുരുവായൂരും പോയി നേർച്ചിട്ടു. കണ്ടോ? മനസ്സിലായോ? ഇതാണ് കത്തോലിക്കൻ്റെ ചില സമയത്തുള്ള അവസ്ഥ. മനസ്സിലായല്ലോ? അപ്പം അത് അബദ്ധത്തിനത് പറയുകയും ചെയ്തു. അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ക്രിസ്തു ജീവിക്കുന്നു. എവിടെ ജീവിക്കുന്നു? ആകാശത്തിന് മുകളിലല്ല, ഓരോ മനുഷ്യ ഹൃദയത്തിലും ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, മനുഷ്യനായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടും മനുഷ്യനായി ജീവിക്കുന്നു. നമ്മൾ ഓരോരുത്തരിലും ജീവിക്കുന്നു. ഈ അടിസ്ഥാന രഹസ്യത്തിൽ ആണ് ക്രിസ്തീയ പ്രാർത്ഥന. അത് അനുഭവിക്കാത്തവൻ ഈ പറഞ്ഞമാതിരി എല്ലാം ചെയ്യും. അങ്ങനെ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മളിൽ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു വരണം. ഇനി നമ്മൾ അടുത്ത വലിയ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാന ഒരു പാരഗ്രാഫാണ്. ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് ഇതിലുള്ളത്. കൂട്ടായ്മ, യൂണിയൻ, കമ്മ്യൂണിയൻ. പ്രയർ ഈസ് എ കമ്മ്യൂണിയൻ. അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിലെ പ്രാർത്ഥന. ഉണ്ടോ? അനന്ത നന്മയായ പിതാവ്. ഇത് പറയുമ്പോൾ കാറ്റഗിസത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫാണ് ഉടനെ ഓർമ്മ വന്നത്. ദൈവം എന്തിന് നമ്മളെ സൃഷ്ടിച്ചു? അനന്ത നന്മയായ ദൈവം, തന്നിൽ തന്നെ സൗഭാഗ്യവാനായ ദൈവം കേവലം നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ ദൈവിക ജീവനിൽ പങ്കുകാരാകാൻ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. കണ്ടോ? എൻ്റെ ഈശോയേ, അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവം മക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിലെ പ്രാർത്ഥന. അതൊരു ബന്ധമാണ്. ഇപ്പം എൻ്റെ മകൻ പറയാണ്, പപ്പ എനിക്ക് പപ്പേനെ വേണ്ട എന്ന് പറഞ്ഞാൽ അവർ വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുമോ? ഈ ബന്ധം മുറിക്കാൻ പറ്റുമോ? എൻ്റെ മകൻ പറയാണ് എനിക്ക് പപ്പേനെ വേണ്ട എന്ന് അവൻ പറയുകയാണെങ്കിൽ അതാണ്. അങ്ങനെ മുറിക്കാൻ പറ്റാത്ത ഒരു ബന്ധം ആര് സ്ഥാപിച്ചു? ദൈവം സ്ഥാപിച്ചു. അപ്പം ഞാനും എൻ്റെ മകനുമായിട്ടുള്ള ബന്ധം ഞാൻ സ്ഥാപിച്ചതോ അവൻ സ്ഥാപിച്ചതോ അല്ല. മനസ്സിലാക്കുക, ചിന്തിച്ച് നോക്കി. നമ്മളും നമ്മുടെ മക്കളുമായിട്ടുള്ള ബന്ധം, നമ്മളും നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിച്ചതാണോ? അല്ല, ദൈവം സ്ഥാപിച്ചൊരു ബന്ധമാണ്. അതാണ്, ദൈവത്താൽ സ്ഥാപിതമാണത്, ദൈവനിവേശിതമാണത്, ദൈവത്തിൻ്റെ മുൻകൈ എടുക്കലാണത്. അതാണ് പ്രാർത്ഥന. അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. അതാണ് പുതിയ ഉടമ്പടിയിലെ പ്രാർത്ഥനയുടെ പ്രത്യേകത. അതാണ്. അപ്പോൾ ബൈബിൾ മുഴുവൻ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. എന്നാൽ അതിൽ വ്യത്യസ്തമായ ഒരവസ്ഥയാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. ആ പഴയ ഉടമ്പടിയിൽ അവരെല്ലാം പ്രാർത്ഥിച്ചു വരുന്നുവെങ്കിലും ഈ ഒരു അവസ്ഥയെ സ്വപ്നം കണ്ടുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചത്.
ഈ ഒരു അവസ്ഥയെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചത്. ഈ ഒരു അവസ്ഥയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് ആ വിശ്വാസത്തെക്കുറിച്ചുള്ള എബ്രായ ലേഖനത്തിലെ 11-ാം അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ആ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും അതുപോലെ സഭാപിതാക്കന്മാരുടെ എല്ലാം വിശ്വാസത്തെക്കുറിച്ച് പ്രകീർത്തിച്ചതിന് ശേഷം അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? വിശ്വാസം മൂലം ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. വാഗ്ദാനം ചെയ്യപ്പെട്ടത് യേശുക്രിസ്തുവിലൂടെയാണ് കിട്ടിയത്. കാരണം നമ്മെ കൂടാതെ അവർ പരിപൂർണരാകപ്പെടരുത് എന്ന് കണ്ട് ദൈവം നമുക്കായി കുറെ കൂടി ശ്രേഷ്ഠമായത് നേരത്തെ കണ്ടുവച്ചിരിക്കുന്നു. എന്നിട്ട് 12:2 പറയുകയാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അപ്പോൾ ഈ 11-ാം അധ്യായം മുഴുവനും പറഞ്ഞിട്ട് പറയാണ്, അവരെ വിശ്വാസത്തിൽ ഇത് ഈ വരാനിരിക്കുന്ന വാഗ്ദാനം ചെയ്ത് ലഭിക്കും എന്ന വിശ്വാസത്തിൽ മുന്നേറി. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത് ലഭിച്ചിരിക്കുന്നു. താങ്ക് യു. അപ്പോൾ തുടർന്ന് നമുക്കത് കേൾക്കാം. സമ്പൂർണ്ണ മനുഷ്യഛേദനയുമായുള്ള പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് 2565 നമ്മളെല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഉദ്ധരിക്കാറുള്ളൊരു വാക്കാണത്. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. പ്രൈസ് ദ ലോർഡ്. ദൈവമേ, ഇത് മനസ്സിലാക്കിയ കാലഘട്ടത്തെ ഞാൻ ഓർക്കുന്നു. ഞാൻ ആനന്ദിച്ചാഹ്ലാദിച്ച് തുള്ളിച്ചാടിയ ദിവസങ്ങളായിരുന്നു. കാരണം ഞാൻ അതിനെക്കുറിച്ച് ധാരാളം പ്രഘോഷിച്ചു കൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ അതേ കാര്യം തന്നെ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷം. ഇതെനിക്ക് അനുഭവമായിട്ട് പണ്ടേ നൽകിയിരുന്നു. സമ്പൂർണ്ണ പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതന, അതായത് മനുഷ്യൻ്റെ ആത്മാവിൽ ഉള്ള ഐക്യമാണ് പരിശുദ്ധ രാജകീയ ത്രിത്വം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ. വിശുദ്ധ കുർബാന ആരംഭിക്കുകയും വിശുദ്ധ കുർബാനയിൽ പല പ്രാവശ്യവും വിളിച്ചു പറയുകയാണ്. സിറുമലബാർ കുർബാനയിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പായിട്ട് വൈദികർ പ്രഖ്യാപിക്കുന്നു, ആ കൃപാവരം നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എന്താണത്? ദൈവത്തിൻ്റെ കൃപ അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. അപ്പോൾ അവിടുത്തെ കാരുണ്യം, അവിടുത്തെ കൃപ, അവിടുത്തെ കൃപയുടെ സമൃദ്ധി നാം എല്ലാവരിലും സമ്പൂർണ്ണമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. കൃപ എന്നത് ദൈവീക ജീവൻ മനുഷ്യ ആത്മാവിൽ മനുഷ്യനിൽ ലയിക്കുന്നതാണ്. 1996 കൃപാവരം. നമ്മുടെ നീതീകരണം ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വരുന്നു. ദൈവമക്കളും ദത്തുപുത്രരും ദൈവപ്രകൃതിയുടെ നിത്യജീവനും ദൈവപ്രകൃതിയുടെയും നിത്യജീവൻ്റെയും പങ്കാളികളുമായി തീരാനുള്ള തൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകാൻ ദൈവം നൽകുന്ന ആനുകൂല്യം ആണ്, സൗജന്യപര സഹായമാണ് കൃപാവരം. 1997 കൃപാവരം
ദൈവത്തിൻ്റെ ജീവനിലുള്ള ഭാഗഭാഗിത്വമാണ്. ദൈവത്തിൻ്റെ ജീവനിലുള്ള ഭാഗഭാഗിത്വമാണ്. മാമോദീസ വഴി ക്രിസ്തു ശരീരത്തിൻ്റെ ശിരസ്സായ ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ പങ്കുവറ്റുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ജീവനിലുള്ള ഭാഗഭാഗിത്വമാണ് കൃപ. ദൈവീക സ്വഭാവം, ദൈവീക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതാണ് കൃപാവരം. ഒരിക്കൽ കൂടി 2565 അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിലെ പ്രാർത്ഥന. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യ ചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. കൃപ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോഴും മുഴുവനും മനസ്സിലാക്കാൻ പറ്റാത്ത വലിയൊരു രഹസ്യമാണ് കൃപ. നമ്മൾ ചിന്തിക്കുന്നു കൃപ എന്ന് പറയുന്നത് രോഗശാന്തിക്കുള്ള കൃപ, അതൊരു വരമാണ്. കൃപാവരം, പ്രസംഗിക്കാനുള്ള കൃപ, ചില നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപ. പക്ഷേ ആ അർത്ഥത്തിലല്ല കൃപയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതും കൃപ തന്നെയാണ്. എന്നാൽ കൃപ ത്രിത്വൈക ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലിലൂടെ ത്രിത്വൈക ദൈവം തന്നെ നമ്മുടെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഈ കൃപ. അത് പഴയ നിയമത്തിലെല്ലാം അത് രസകരമാണത്. ഇപ്പോൾ അബ്രാഹത്തിനോട് കർത്താവ് എന്ന് പറഞ്ഞു. അബ്രാഹം ഉടനെ കർത്താവേ യെസ് അതെ, ഉടനെ അബ്രാഹം അത് കേട്ടു. അവിടെ ഒരു ബലിപീഠമുണ്ടാക്കി ബലിയർപ്പിച്ചു. പിന്നെ മുന്നോട്ട് പോയി. പിന്നെ കുറെ കഴിയുമ്പോൾ എബ്രാം കർത്താവേ ശരി കർത്താവേ എന്താ പറഞ്ഞോളൂ ഉണ്ടോ. അപ്പോൾ വീണ്ടും കർത്താവ് പറയുന്നു, മോശയോട് കർത്താവ് പറയുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വിട്ടുപോകുന്നു കർത്താവ്. കണ്ടോ, അവിടെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അതാണ് പഴയ നിയമം പുതിയ നിയമത്തിലുള്ള പ്രത്യേകത. കർത്താവ് എന്തെങ്കിലും പറയാൻ സമയത്ത് അവരുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നു, സാന്നിധ്യം ഉണ്ടാകുന്നു. അപ്പോൾ മോശയെല്ലാം ആ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ആ സാന്നിധ്യം വന്നു കഴിഞ്ഞു. അതിനവർക്ക് ചില അടയാളമുണ്ട്. മേഘം വന്നാൽ കർത്താവ് വന്നു. പിന്നെ മോശ പറയും, ഞാനിവിടുന്ന് പോകുന്നില്ല കർത്താവേ, നിൻ്റെ സാന്നിധ്യമില്ലാതെ ഞാനിവിടുന്ന് പോകുന്നില്ല, ഞാനിവിടെ തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇതാണ് കർത്താവ് ഒരു കാര്യം പറയുന്നു, കർത്താവിൻ്റെ ആത്മാവ് വരുന്നു, അത് കഴിഞ്ഞ് കർത്താവ് പോകുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ, പുതിയ ഉടമ്പടിയിൽ അതല്ല. അതാണ് പ്രത്യേകത. എപ്പോഴും ഈ സാന്നിധ്യമാണ്, എപ്പോഴും നമ്മോട് കൂടെയാണ്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള വ്യത്യാസം. പഴയ നിയമത്തിൽ ആ സാന്നിധ്യം ദൈവം ഒരാൾക്ക് പ്രത്യേകം ആഗ്രഹിക്കുമ്പോൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ ചങ്ക് പൊട്ടി കരയുമ്പോൾ കൊടുക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെ വിശ്വാസികളായ ദൈവമക്കളായ നമ്മളിൽ ഈ സാന്നിധ്യം ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അപ്പോൾ നമ്മൾ എന്തു പറയും? അങ്ങനെ തന്നെ ആമേൻ എന്നെല്ലാം അങ്ങനെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. എന്നാൽ ഇതിനെ മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ ചില പ്രാർത്ഥനകൾ, ഇപ്പം നമ്മൾ കരുണയുടെ കൊന്ത ചെല്ലണോ, 3 മണിക്ക് കരുണ കൊന്ത വരും. 3 മണിക്ക് കരുണ വരും. 3 മണിക്ക്
അത് ഒരു ഡിവോഷനാണ്. അത് ഒരു പുണ്യവതിക്ക് കർത്താവ് പറഞ്ഞ് ഈ 3 മണി സമയത്ത് ഇന്നമായി പ്രത്യേകമായി ഒരാവശ്യം കിട്ടുമായിരിക്കും, ശരിയാണ്. എന്നാൽ കരുണ എന്നത് യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന കരുണ 3 മണിക്ക് മാത്രം നൽകപ്പെടുന്നതാണോ? അപ്പോൾ അതാണ് വിശ്വാസത്തിൻ്റെ ഉന്നതമായ അവസ്ഥ. എന്നാൽ ചില ആളുകൾ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കാത്ത ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഈ 3 മണിക്കെങ്കിലും വന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ. കരുണക്കൊന്ത, നൊവേനകൾ. അപ്പോൾ ചിലയിടത്ത് ഭയങ്കര ബഹളമാണ്. എന്താണ്? നൊവേനയാണ്. ആ പുണ്യവാൻ നൊവേനയുടെ സമയത്ത് മാത്രമേ പ്രസാദിക്കുള്ളൂ. അതാണ്. നൊവേന ചെല്ലണ്ടെന്നല്ല, നൊവേന ചെല്ലിക്കോ. പക്ഷേ അപ്പോൾ അതൊരു ഡിവോഷനാണ്, ഡിവോഷൻ. എന്നാൽ ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ് നമ്മൾ. ശിഷ്യത്വത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുമ്പോൾ ക്രിസ്തു നമ്മളിൽ നൊവേനയുടെ സമയത്ത് മാത്രമല്ല, കരുണക്കൊന്തയുടെ സമയത്ത് മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല എന്ന് വേണമെങ്കിൽ പറയാം, ക്രിസ്തുവും ത്രിത്വൈക ദൈവവും നമ്മളിൽ എപ്പോഴും ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മളോട് കൂടെ ഉണ്ട് എന്നതാണ് ക്രിസ്തീയ പ്രാർത്ഥനയുടെ സാരാംശം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ കൃപാവരം, ഞാനിത് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ നൊവേന ചെല്ലണ്ടെന്ന് പറയുന്നില്ല, കരുണക്കൊന്ത ചെല്ലണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അതെല്ലാം നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അതിനപ്പുറം ചിന്തിക്കണം. അത് ഒരു ഡിവോഷനാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ ഉന്നതമായ ശ്രേണിയിലേക്ക് നമ്മൾ കയറണം. നമ്മൾ അവിടെ തന്നെ നിന്നാൽ പോരാ. നമ്മൾ അത് കിട്ടിയ അനുഭവം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നൊവേനയെല്ലാം പോകാറില്ലല്ലോ. ഉദ്ദിഷ്ട കാര്യം സാധിച്ചു, നൊവേന കഴിഞ്ഞു. ഉണ്ടോ? ഇപ്പോൾ കരുണയുടെ നൊവേനയുടെ കാലഘട്ടമാണ്. ആ കരുണയുടെ തിരുനാൾ കഴിഞ്ഞു, നൊവേന കഴിഞ്ഞു. കരുണ കഴിഞ്ഞോ? കരുണ കഴിയുന്നില്ല. അതാണ് നമ്മൾ ഇന്നത്തെ സങ്കീർത്തനത്തിൽ പാടിയത്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ എന്ന്. ഈ കരുണ യേശുക്രിസ്തുവിലൂടെ ഒഴുകുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പാടി. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അതിപ്പോഴും എപ്പോഴും എന്നേക്കുമായിട്ടുള്ളതാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹറോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തന്മാർ പറയട്ടെ. കണ്ടോ? അവിടുത്തെ കരുണക്കൊന്ത ചെല്ലുന്ന സമയത്ത് മാത്രമല്ല, അവിടുത്തെ കരുണ ശാശ്വതമാണ്. എല്ലാ മനുഷ്യരിലും കരുണ ആർക്കെങ്കിലും ഭാഗികമായിട്ട് കിട്ടുമെങ്കിൽ അത് കരുണയല്ല. കരുണ എന്ന് പറഞ്ഞാൽ അറിയിക്കാത്തത്. ഏറ്റവും വലിയ പാപിക്ക് ദൈവം കൊടുക്കുന്ന ആ പാപിയോടുള്ള സ്നേഹമാണ് കരുണ. അവിടത്തോടുള്ള ത്രൈശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ 2565 തിരിച്ചു വരാം. ത്രൈശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടത്തോടുള്ള കൂട്ടായ്മയിലും ആയിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം. ആയിരിക്കുന്ന ശീലം, അതൊരു ശീലമാണ്. എപ്പോഴും ത്രിത്വൈക ദൈവത്തിൽ ആയിരിക്കുന്ന ശീലം. കന്യാസ്ത്രീ മഠങ്ങളിലൊക്കെ ധ്യാനിക്കുമ്പോൾ അവർ പറയാറുണ്ട്, അവരുടെ ജൂനിയർ സിസ്റ്റേഴ്സും അല്ലെങ്കിൽ ഇപ്പോൾ തുടക്കത്തിൽ, അതായത് കാൻഡിഡേറ്റ്സും പോസ്റ്റുലൻസും ഇവരെല്ലാം ചിലപ്പോൾ ചില ഒന്നിച്ച് റിക്രിയേഷൻ ഉണ്ടാകാം, കളിക്കുന്നുണ്ടാകാം. ജോലി ചെയ്യുന്ന നേരത്തൊക്കെ അവർ ചിലപ്പോൾ തമാശയൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉടനെ ഇവിടുന്ന് മിസ്ട്രസ് വിളിച്ചു പറയും, ദൈവോർമ്മ. അപ്പോൾ ഉടനെ അവർ എന്തെങ്കിലും
സുഹൃത ജപം പ്രാർത്ഥിക്കും കേട്ടോ. അപ്പോൾ അവർ ട്രെയിനിങ് കൊടുത്തിരിക്കുകയാണ്. എന്താണ് ട്രെയിനിങ്? അതൊരു ശീലമാക്കാൻ വേണ്ടിയാണ്. എപ്പോഴും ദൈവോർമ്മയിലായിരിക്കണം. എന്ത് ജോലി ചെയ്യണ്ടായാലും, നീ വസ്ത്രം തിരുമ്പുണ്ടാവും, മുറ്റമടിക്കുന്നുണ്ടാകും, കുക്കിംഗ് പച്ചക്കറി അരിയുന്നുണ്ടാകാം, ഇതൊക്കെ ചെയ്യണം. പക്ഷെ അതെല്ലാം ദൈവോർമ്മ. നമ്മൾ കൂടുതൽ തമാശ പറയാനോ കളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഉടനെ സീനിയർ സിസ്റ്റർമാർ പറയും ദൈവോർമ്മ. അപ്പോൾ ദൈവോർമ്മ എന്നത് നമ്മൾ ദൈവത്തിൽ ആയിരിക്കുന്ന, നമ്മൾ ത്രിത്വൈക ദൈവത്തിൽ, എപ്പോഴും നമ്മൾ ആ ത്രിത്വൈക ദൈവത്തിലാണ്. നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയാണ്. അതാണ് ക്രിസ്തീയ പ്രാർത്ഥനയുടെ രഹസ്യം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം എഴുന്നള്ളി വരുന്ന ഒരു കർത്താവല്ല അതാണ് പഴയ നിയമം പുതിയ നിയമം. ഞാൻ വീണ്ടും പറയാണ്, നമ്മളെപ്പോഴും പഴയ നിയമത്തിലെ ചില പ്രാർത്ഥനകളിൽ മുൻതൂക്കം കൊടുക്കണു. ഞാനിപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം കോൺഫ്ലിക്റ്റ് ആകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. എപ്പോഴും പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ പഴയ നിയമത്തിൽ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞിട്ട് എന്നാലും ഒരു സമാധാനമുള്ളൂ നമുക്ക്, ആ പേര് പറഞ്ഞ് പ്രാർത്ഥന. പക്ഷേ പുതിയ നിയമത്തിലെ പേര് പറയാത്ത എന്തുകൊണ്ടാണ്? ത്രിത്വൈക ദൈവത്തിൻ്റെ പേര് പറയാത്ത എന്തുകൊണ്ടാണ്? പല പ്രാർത്ഥനകളും സംഘടിപ്പിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു രഹസ്യം മനസ്സിലായിട്ടില്ലായിരിക്കാം. പുതിയ നിയമത്തിൽ ആ ഒരു സ്ഥലത്ത് വെച്ചോ ആ ഒരു സ്ഥലത്തിൻ്റെ പേരിൽ അല്ല പ്രാർത്ഥനയുടെ കാര്യം. ദൈവം സജീവമായി നമ്മളോട് എപ്പോഴും കൂട്ടായ്മയിലാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയ സർവേശ്വര ഇപ്പോഴും എപ്പോഴും എന്നെ. ഇത് കുർബാനയിൽ മുഴുവൻ സമയവും എത്ര പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നാലും പുറത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ആ പഴയ നിയമത്തിൽ ആളായി. ഇത് മാറിയാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന ശരിയാവുള്ളൂ. നമ്മൾ പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിലെ പ്രധാന കാര്യം ഈ ഈശോ മിശിഹായുടെ പീഡാസഹനം, മരണം, കുരിശ് മരണത്തിലൂടെ ത്രിത്വൈക ദൈവം നമ്മളിൽ കൂടാരമടിച്ചിരിക്കുന്നു. ഈ കൂട്ടായ്മ അതാണ് ത്രൈശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടത്തോടുള്ള കൂട്ടായ്മയിലും ആയിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥന ജീവിതം ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ ശാഖയാണ്. ഈ കൂട്ടായ്മ എപ്പോഴും സാധ്യമാണ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല. എന്തെന്നാൽ മാമോദീസ വഴി നാം നേരത്തെ തന്നെ ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. മാമോദീസയിലൂടെ ഈ കരുണയും ഈ കൃപയും ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ സഹവാസവും ഈശോ മിശിഹായുടെ ശരീരം ഭക്ഷിക്കാനും രക്തം പാനം ചെയ്യാനുള്ള യോഗ്യതയും എല്ലാം കിട്ടി നമ്മൾ ഉയർപ്പിൻ്റെ വസ്ത്രം അണിഞ്ഞിരിക്കുന്നവരാണ് നമ്മൾ. അതാണ് മാമോദീസ വഴി നാം നേരത്തെ തന്നെ ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞവരാണ്. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലായിരിക്കുകയും അവിടുത്തെ ശരീരമായ സഭയിൽ വ്യാപിക്കുകയും ചെയ്യുന്ന തോതനുസരിച്ചാണ് ഒരു പ്രാർത്ഥന ക്രിസ്തീയമാകുന്നത്. അതാണ് ക്രിസ്തീയ പ്രാർത്ഥന. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലായിരിക്കുകയും അവിടുത്തെ അവിടുത്തെ ശരീരമായ സഭയിൽ വ്യാപിക്കുകയും ചെയ്യുന്ന തോതനുസരിച്ചാണ് ഒരു പ്രാർത്ഥന ക്രിസ്തീയമാകുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാനങ്ങളാണ് പ്രാർത്ഥനയ്ക്കുള്ളത്. 260 ദൈവിക രക്ഷാ പദ്ധതി മുഴുവൻ്റെയും ആത്യന്തിക ലക്ഷ്യം സൃഷ്ടികൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പരിപൂർണ ഐക്യത്തിൽ പ്രവേശിക്കുക എന്നതാണ്. രക്ഷാകര പദ്ധതി മുഴുവൻ്റെയും ആത്യന്തിക ലക്ഷ്യം സൃഷ്ടികൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പരിപൂർണ ഐക്യത്തിൽ പ്രവേശിക്കുക എന്നതാണ്. എന്നാൽ ഇപ്പോൾ തന്നെ പരിശുദ്ധമ ത്രിത്വത്തിൻ്റെ വാസസ്ഥാനമാകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ 14:23 ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ വചനം പാലിക്കും,
അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ. ഇനി അടുത്തത് വലിയ ഒരു വിശുദ്ധയാകാൻ പോകുന്ന ദ ട്രിനിറ്റി, എലിസബത്ത് ഓഫ് ട്രിനിറ്റിയുടെ ഒരു പ്രഖ്യാപനമാണ്. എൻ്റെ ദൈവമേ, ഞാൻ ആരാധിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, എൻ്റെ ആത്മാവ് നിത്യതയെ പ്രാപിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ അചഞ്ചലവും സമാധാനപൂർണവുമായി ഞാൻ അങ്ങിൽ സംസ്ഥാപിക്കപ്പെടുവാൻ തക്കവണ്ണം എന്നെ തന്നെ പൂർണ്ണമായി വിസ്മരിക്കുവാൻ എന്നെ സഹായിക്കണം. കണ്ടോ, അതാണ് എൻ്റെ ദൈവമേ, ഞാൻ ആരാധിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, എൻ്റെ ആത്മാവ് നിത്യതയെ പ്രാപിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ അചഞ്ചലവും സമാധാനപൂർണവുമായി ഞാൻ അങ്ങിൽ സംസ്ഥാപിക്കപ്പെടാൻ തക്കവണ്ണം എന്നെ തന്നെ പൂർണ്ണമായി വിസ്മരിക്കുവാൻ എന്നെ സഹായിക്കണമേ. മാറ്റമില്ലാത്തവനായ എൻ്റെ ദൈവമേ, യാതൊന്നും എൻ്റെ സമാധാനത്തെ ഭഞ്ജിക്കാതിരിക്കട്ടെ, യാതൊന്നും എന്നെ അങ്ങയിൽ നിന്ന് അകറ്റാതിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിലെ ഓരോ മിനിറ്റും നിൻ്റെ രഹസ്യത്തിൻ്റെ ആഴത്തിലേക്ക് എന്നെ നയിക്കട്ടെ. എൻ്റെ ആത്മാവിന് ശാന്തി നൽകണമേ. നിൻ്റെ വിശ്രമസ്ഥലവും പ്രിയപ്പെട്ട വാസസ്ഥാനവുമായി നിൻ്റെ സ്വർഗമായി എൻ്റെ ആത്മാവിനെ മാറ്റണമേ. അതാണ് സ്വർഗം എന്ന് പറയുന്നത്. ത്രിത്വൈക ദൈവവുമായിട്ടുള്ള സഹവാസമാണ്. ഞാൻ ഒരിക്കലും നിന്നെ അവിടെ ഏകാകിയായി ഉപേക്ഷിക്കാതിരിക്കട്ടെ. പ്രത്യുത എൻ്റെ വിശ്വാസത്തിൽ നിരന്തരം ജാഗ്രത പുലർത്തിക്കൊണ്ട് നിന്നെ സദാ ആരാധിച്ചുകൊണ്ട് നിന്റെ സൃഷ്ടികർമ്മത്തിനായി എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ മുഴുവനായും പൂർണ്ണമായും അവിടെ ആയിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇതാണ് ഇനി അതിൻ്റെ നമ്മളുടെ സൈഡിലുള്ള പാരഗ്രാഫിൽ അടുത്തത് 792 792. ഇത് നിങ്ങൾ വീണ്ടും വായിച്ച് പ്രാർത്ഥിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ എലിസബത്ത് ഓഫ് ട്രിനിറ്റി 792 സഭയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ക്രിസ്തുവാണ് സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്. അവിടുന്ന് സൃഷ്ടിയുടെയും വീണ്ടെടുപ്പിൻ്റെയും പ്രഭവമാണ്. പിതാവിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ട അവിടുന്ന് എല്ലാ കാര്യങ്ങളിലും പ്രഥമസ്ഥാനീയനാണ്. ക്രിസ്തു കേന്ദ്രീകൃതത്വം, ക്രിസ്റ്റോസെൻട്രിസിറ്റി, പ്രത്യേകിച്ച് സഭയിൽ. കാരണം എല്ലാറ്റിൻ്റെയും മേൽ അവിടുന്ന് തൻ്റെ ഭരണം വ്യാപിപ്പിക്കുന്നത് അവളിലൂടെയാണ്, സഭയിലൂടെയാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് 795 പറഞ്ഞു. എന്താണ് 795? നമ്മൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല, പിന്നെയോ ക്രിസ്തു തന്നെ ആയിത്തീർന്നിരിക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾ ക്രിസ്തുവാകുന്ന സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ക്രിസ്തുമാരാണ്, ക്രിസ്തു തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ ത്രിത്വൈക ദൈവവുമായിട്ടുള്ള സഹവാസമാണ് പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായിട്ടുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. ത്രൈശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടത്തോടുള്ള കൂട്ടായ്മയിലും ആയിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥന. നമുക്ക് സ്തുതിക്കാം.